ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ 1986 അതുപോലെ തന്നെ ഈ 1986 NEP റിവ്യൂ ചെയ്ത 2 കമ്മിറ്റീസ് ഉണ്ട്. റിവ്യൂ കമ്മിറ്റീസും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 പോളിസി ഫ്രെയിംവർക്ക് ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു പോർഷനാണിത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ NEP ഓൾറെഡി വന്നിട്ടുണ്ട്. 1968 NEP വന്നിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറേ ഫെയിലിയേഴ്സും അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ലേറ്റർ ഒരുപാട് കമ്മിറ്റി റിവ്യൂ ചെയ്തിട്ട് അതിൽ മാറ്റം വരണം എന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഈ NEP വരുന്നത്. ആദ്യം ഈ NEP 1985 ജാനുവരി 5 രാജീവ് ഗാന്ധി ഇത് NEP 1986 പുതിയ NEP വേണമെന്ന് പറഞ്ഞ് അത് അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ആയപ്പോഴേക്കും പാർലമെന്റിൽ അത് നിലവിൽ വന്നപ്പോഴേക്കും അത് അപ്രൂവ് ആയപ്പോഴേക്കും 1986 മെയിലാണ് അത് അപ്രൂവ് ആയത്. അങ്ങനെയാണ് ഈ പുതിയ NEP 1986 വരുന്നത്. ആ 1986 NEP ഔട്ട്ലൈൻ ചെയ്ത കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത് NEP കൂടുതലും ഫോക്കസ് ചെയ്തത് ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, രാജ്യത്തുടനീളമുള്ള സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. അതാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇവർ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അത് ഓരോ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെൻട്രൽ ഇത്ര ഫണ്ട് വേണം, സ്റ്റേറ്റ് പറയും ഇത്ര ഫണ്ട് ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ ഒരുപാട് രണ്ടും കൂടി കോമൺ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന പാർട്ട്ണർഷിപ്പിലുള്ള പ്രോബ്ലംസിനെ ഇത് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി, കാരണം എല്ലാവർക്കും രാജ്യത്തുടനീളമുള്ള എല്ലാവർക്കും ഒരു വ്യത്യാസമില്ലാണ്ട് എഡ്യൂക്കേഷൻ കിട്ടണം, ഒരു തരത്തിലുള്ള ഇനീക്വാളിറ്റിയും ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, അതായത് എല്ലാവരും എന്ത് ചെയ്യണം, എൻറോൾ ആവണം, സ്കൂളിലേക്ക് എൻറോൾ ആവണം, വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ്. ഒരു എലമെന്ററി എഡ്യൂക്കേഷൻ എല്ലാവർക്കും അതിൽ എൻറോൾ ആവണം എന്നുള്ളതാണ് ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വൊക്കേഷണലൈസേഷൻ, സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ, കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങളും കാര്യങ്ങളും ഈ NEP പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റസ് ഓഫ് ടീച്ചർ, അത് ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസ് പൊതുവെ റേസ് ചെയ്യാൻ, അത് കൂട്ടാൻ ഒക്കെ എന്തൊക്കെ വേണം, ടീച്ചേഴ്സിന്റെ സാലറി സ്കെയിലിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി NPന്റെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഫീച്ചേഴ്സ് ഇതന്നെയാണ്, ഇക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ് ഒന്നാമത്തെ ഫീച്ചർ. അതായത് എഡ്യൂക്കേഷനിൽ എന്താ പറയുക, ഇക്വാലിറ്റി, ഒരു തരത്തിലും ഒരാൾക്കും ഡിസ്പാരിറ്റീസ് ഉണ്ടാവരുത്, ഒന്നിൻ്റെയും ആർക്കും എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യരുത്, എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടണം. ഒരേപോലെ പറഞ്ഞാൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ബേസിക്കായിട്ട് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ തന്നെ പ്രധാനമായിട്ടും ഒരുപാട് ഓരോ സെക്ഷനും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വുമന്റെ കേസിൽ എഡ്യൂക്കേഷൻ ഓഫ് വുമൺ, എഡ്യൂക്കേഷൻ ഓഫ് SC, എഡ്യൂക്കേഷൻ ഓഫ് ST, മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാർ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഓരോ സെക്ഷനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വുമന്റെ കേസിലാണെങ്കിൽ എല്ലാ വുമണും മുന്നോട്ട് വരണം, എഡ്യൂക്കേഷൻ നേടണം, അതുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ട റിസർവേഷനോ കാര്യങ്ങളോ കൊടുക്കുന്നത് കുറിച്ചിട്ട്, അതുപോലെ SC, ST, മൈനോറിറ്റി സെക്ഷൻ ഒക്കെ ഇതിൽ പ്രത്യേകം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്, അതായത് ECCE എന്ന് പറയും. അപ്പോൾ ECCE കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടി ഡെവലപ്ഡ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, കുട്ടി ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ കുട്ടീൻ്റെ ന്യൂട്രീഷൻ, ഹെൽത്ത്, സോഷ്യൽ, മെന്റൽ, ഫിസിക്കൽ, മോറൽ, ഇമോഷണൽ ഡെവലപ്മെന്റ് എല്ലാം നന്നായിട്ട് ഡെവലപ്പ് ആവണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ എന്തൊക്കെ വേണം, അതിൻ്റെമായി ബന്ധപ്പെട്ട മെഷേഴ്സുകളൊക്കെയാണ് ഈ ECCEയിൽ വരുന്നത്. അതിലൊന്നാമത്താണ് ഡേ കെയർ സെന്റേഴ്സ് തുടങ്ങണം. അപ്പോൾ ഡേ കെയർ സെന്റേഴ്സ് ആകുമ്പോൾ ഗവൺമെന്റിൻ്റെതായി തന്നെ ഉള്ള ഫണ്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ്, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കുട്ടികളിലേക്ക് എത്തിക്കും, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കൂടുതലും ചൈൽഡ് ഓറിയന്റഡ് പ്രോഗ്രാംസ് ആയിരുന്നു. കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസുകൾ കൊണ്ടുവരണം. അതുപോലെ ചൈൽഡ് കെയറും പ്രീ പ്രൈമറിയും കൂടി ഒരുമിക്കണം, അതായത് ഒരുമിപ്പിച്ച് തുടങ്ങണം. പ്രീ പ്രൈമറി വേറെ, ചൈൽഡ് കെയർ അത് ഒരുമിച്ചാക്കിയിട്ട് ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് തുടങ്ങണം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ
ഫോർമൽ എഡ്യൂക്കേഷൻ, സൊസൈറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ കിട്ടാതെ മെയിൻ സ്ട്രീമിൽ നിന്നും മാറി നിൽക്കുന്ന ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ കിട്ടണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണങ്ങളാണ് ഇപ്പോൾ എക്കോളജിക്കലി സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗങ്ങൾ, അതുപോലെ അർബൻ ഏരിയാസിലൊക്കെ ഉള്ള ഈ സ്ലം കമ്മ്യൂണിറ്റീസ്, അർബൻ ഏരിയാസിലുള്ള വളരെ പിന്നോക്കം ഉള്ള ആളുകൾ, അവരുടെ മക്കൾ, നൊമേഡിക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രൈബൽസ് ആണ് കൂടുതലും വരിക. ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ, ഇതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ആ സമയത്ത് കൂടുതലും ചൈൽഡ് ലേബർ കൂടുതലായ സമയമാണ്. അപ്പം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എല്ലാവരും ഒരുപാട് മെജോറിറ്റി കുട്ടികളും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികളെ ഇവരൊക്കെ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിന്റെ ബേസിലാണ് ഈ ECCE വരുന്നത്. അടുത്തതാണ് എലമെന്ററി എഡ്യൂക്കേഷൻ. എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എലമെന്ററി എഡ്യൂക്കേഷൻ 2 ആസ്പെക്ട്സിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. രണ്ട് ആസ്പെക്ട്, ഒരുപാട് ആസ്പെക്ട് ഉണ്ടെങ്കിലും ഇത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന 2 ആസ്പെക്റ്റാണ്. ഒന്ന്, യൂണിവേഴ്സൽ എൻറോൾമെന്റ് അപ് ടു 14 years of age. 14 വയസ്സ് വരെ എല്ലാവരും യൂണിവേഴ്സൽ എൻറോൾമെന്റ് ആണ്. ഇത് എല്ലാവരും സ്കൂളിൽ എൻറോൾ ആയിരിക്കണം, ചേരണം എന്നുള്ള ഒരു റൂളാണ് ഇതിൽ വരുന്നത്. അടുത്തത് ചൈൽഡ് സെൻട്രൽ അപ്രോച്ചാണ്. കുട്ടിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചൈൽഡ് സെൻറ്റേർഡ് ആണ് ഇവിടുത്തെ അപ്രോച്ച്. അതുപോലെ തന്നെ ഈ എലമെന്ററി എഡ്യൂക്കേഷനിൽ വരുന്ന മറ്റ് മെഷേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് തന്നെയാണ് കുട്ടികളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടീൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടായിരിക്കണം വെക്കേഷനും അതുപോലെ തന്നെ സ്കൂൾ ടൈമിങ്ങും ഒക്കെ എന്നതിൽ പറയുന്നുണ്ട്. അതുപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാന്നല്ല, അതായത് ബ്ലാക്ക് ബോർഡ് പോലത്തെ ഒരു സ്കൂളിൽ വേണ്ട ഫെസിലിറ്റീസുകളുണ്ട്. അത് ബ്ലാക്ക് ബോർഡ് ആവാം, ഒരു ബേസിക് ആയിട്ടുള്ള ബെഞ്ച്, ഡെസ്ക്, മറ്റ് അതല്ലാത്ത ഫെസിലിറ്റീസും. ഒരു സ്കൂളിൽ വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളും എത്രത്തോളം ഇമ്പ്രൂവ് ആവണം, ഓരോ കൗണ്ട് അനുസരിച്ച് എന്തൊക്കെ വേണം എന്നുള്ളൊരു അതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡും. അതിനെക്കുറിച്ചിട്ടും ഇതിലാണ് പറയുന്നത്. പിന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും എലമെന്ററി എഡ്യൂക്കേഷനിലാണ് കൂടുതലും പറയുന്നത്. അടുത്തൊരു ഫീച്ചറാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി 10th കഴിഞ്ഞ് അടുത്ത സയൻസ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സ്ട്രീമുകളിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിക്ക് ഓരോ സ്ട്രീമിനെ കുറിച്ചൊരു എക്സ്പോഷർ ഉണ്ടായിരിക്കണം. ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട മെഷേഴ്സ് എന്ന് പറയുന്നത് കരിക്കുലം, അതുപോലെ പേസ് സെറ്റിംഗ് സ്കൂൾസ്, അതായത് നവോദയ വിദ്യാലയാസൊക്കെ ഉണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗവൺമെന്റ് നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നവോദയ വിദ്യാലയാസൊക്കെ. അത് വൊക്കേഷണലൈസേഷൻ, സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ഇതാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷൻ അറിയാം അന്ന് വളരെ കുറവാണ്. അപ്പം എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ സ്കൂളുകളുള്ള പോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാറില്ല, പൊതുവെ വളരെ കുറവാണ് ഉണ്ടാവുക. അപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫെസിലിറ്റീസ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഇനി ഇല്ലാത്തത് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാനും, പിന്നെ ഒരു അഡ്മിഷന്റെ കാര്യത്തിലൊക്കെ മെറിറ്റ് സീറ്റിന്റെ പോസ്റ്റ് കാര്യങ്ങൾ, ഒരു കപ്പാസിറ്റി, സ്കൂളിന്റെ കോളേജിന്റെ കപ്പാസിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റീഓറിയന്റിങ് ദ കണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് കണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷൻ റീഓറിയന്റ് ചെയ്യാണ്. കൾച്ചറൽ, അത് കൂടുതലും എഡ്യൂക്കേഷന്റെ കരിക്കുലത്തിലും സിലബസിൽ കണ്ടന്റിൽ വരുന്നത് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, വാല്യൂ എഡ്യൂക്കേഷനും, ലാംഗ്വേജ്, എൻവറോൺമെന്റൽ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസും, മാത്തമാറ്റിക്സ് ടീച്ചിങ്, സ്പോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടന്റിൽ കൂടുതലും കൂടുതൽ കൊണ്ടുവരണം എന്ന് പറയാണ് ഈ ഒരു ഏരിയയിൽ. പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട NEP 1986 കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി NEP 1986 റിവ്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഇത് വന്നതിന് ശേഷം വന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് ടൈം കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇതിനെ റിവ്യൂ ചെയ്യാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 കമ്മിറ്റീസ് ആണ് ഇതിനെ റിവ്യൂ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് രാമമൂർത്തി കമ്മിറ്റിയും രണ്ടാമത്തത് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയാണ്. ആദ്യം റിവ്യൂ ചെയ്യുന്നത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയാണ്. അതായത് NEP 1986 അപ്രൂവ് ആയിട്ട് ഇവരിത് റിവ്യൂ ചെയ്യുന്നത് 1990 കുറച്ച് 4 വർഷത്തിന് ശേഷം ഇവരിതിനെ പഠിച്ച് ഈ കാര്യങ്ങളെ പഠിച്ച് ഇവിടെ വന്ന പോരായ്മകൾ എടുത്ത് പറയാണ്. ഇവർ ഒന്നുകൂടി റിവ്യൂ ചെയ്തിട്ട് പുതിയ ഇതാക്കാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യണം. അപ്പൊ ഇവര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് താഴെ പറയുന്ന കുറച്ച് ഏരിയകളുണ്ട്. ഈ ഏരിയകളിലാണ് കൂടുതലും ഇവരുടേതായ റെക്കമെൻഡേഷൻസ് ഇവർ സജസ്റ്റ് ചെയ്തത്, എന്തൊക്കെ ഇനി ഈ ഏരിയകളിൽ ചെയ്യണം എന്ന്. അങ്ങനെ അവർ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ കുറച്ച് ഏരിയകൾ എന്ന് പറയുന്നത് കോമൺ സ്കൂൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ
കാര്യങ്ങളിൽ. അതുപോലെ എഡ്യൂക്കേഷനിൽ ഇപ്പോഴും ഡിസ്പാരിറ്റീസ് കുറക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്വാലിറ്റി വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്വാലിറ്റി ഇല്ല. അപ്പോൾ ഡിസ്പാരിറ്റീസ് റിമൂവ് ആക്കാൻ എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവരാം, അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഇവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പുതിയ സ്കീമുകളും കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. പിന്നെ വാല്യൂ എഡ്യൂക്കേഷന്, അതുപോലെ ECCE, പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ, പിന്നെ ബ്ലാക്ക് ബോർഡ് ഓപ്പറേഷൻ, നവോദയ വിദ്യാലയാസ്, വർക്ക് എക്സ്പീരിയൻസ്, റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ, ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, കോണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇവർ എന്തുണ്ട് ഇത്രയും ഈ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും ഇവർ റിവ്യൂ ചെയ്തിട്ട് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് കൂടുതലും ടീച്ചേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് പറയുന്നുണ്ട്, അവർക്ക് എത്ര ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ സാലറി സ്കെയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, എത്ര വർക്കിംഗ് ഡേയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് പറയുന്നത്. പിന്നെ സ്റ്റുഡൻസ് ആയാലും എത്രത്തോളം സ്റ്റുഡൻസ് വേണം, സ്റ്റുഡൻസിനൊക്കെ ഒരു എത്ര ലൈക്ക് വീടിനടുത്ത് തന്നെ സ്കൂളുകൾ വേണം എന്ന് പറയുന്നതും, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ റിസോഴ്സ്, എഡ്യൂക്കേഷന് വേണ്ട റിസോഴ്സസും കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ കുറിച്ച് ഇതിൽ ഇവർ റിവ്യൂ ചെയ്തിട്ട് ചെറിയ മാറ്റം വേണം എന്ന് ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ NEP 1986 പിന്നെ രാമമൂർത്തി കമ്മിറ്റീൻ്റെ റിവ്യൂവും കൂടി കൂട്ടിയിട്ടാണ് പിന്നീട് വന്ന ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അതിനെ അടുത്തത് റിവ്യൂ ചെയ്യുന്നത്. ഇതിന് ക്യാബ് കമ്മിറ്റി എന്ന് പറയും. ഈ ക്യാബ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോയിന്റഡ് അണ്ടർ ദി ശ്രീ ജനാർദ്ദന റെഡ്ഡി എന്ന് പറയുന്ന ഇവരുടെ അണ്ടറിൽ, ചെയർമാൻഷിപ്പിന്റെ അണ്ടറിലാണ് ഈ ക്യാബ് കമ്മിറ്റി വരുന്നത്. ഇത് 1991 31 ജൂലൈയിലാണ് ഇത് വരുന്നത്. അങ്ങനെ അവർ 1986 NEP-നെ റിവ്യൂ ചെയ്തിട്ട് അവർ റെക്കമെൻഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് എന്താ, കോമൺ സ്കൂൾ സിസ്റ്റം, അതന്നെ രാമമൂർത്തി കമ്മിറ്റി പറഞ്ഞ പോലെ കോമൺ സ്കൂൾ സിസ്റ്റത്തിനുമായി ബന്ധപ്പെട്ട അവർക്ക് എഫക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്നുണ്ട്. അതുപോലെ ഈ നവോദയ വിദ്യാലയാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ജില്ലകളിലും വേണം എന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഡുവൽ ട്രാക്ക് അപ്രോച്ച് ഇവർ പറയുന്നുണ്ട്. അതായത് UEEയും യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എൻറോൾമെന്റും അഡൽട്ട് ലിറ്ററസിയും. അതായത് ഇപ്പോൾ ഒരു കുട്ടി സ്റ്റാർട്ടിങ്ങിൽ സ്കൂളിൽ ചേരുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ അഡൽട്ടിലെത്തുമ്പോൾ ഒരു 10th കഴിഞ്ഞാൽ അഡൽട്ടിലെത്തുമ്പോൾ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയാണ്. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കണം, രണ്ടും കൂടി കണ്ടിന്യൂ ചെയ്തു പോകണം. ഒരു കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ആവണം, ഇടയിൽ സ്റ്റോപ്പ് ആവരുത് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വൊക്കേഷണൽ സ്ട്രീമുകൾ, അതുപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സുകൾ എന്ത് ചെയ്യണം, 9ാം ക്ലാസ് മുതലേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ നീഡ് ബേസ്ഡ് ഫൈനാൻസിങ്, അതായത് ഓരോ ഏരിയാസിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ അഡൽട്ട് ലിറ്ററസി ഒക്കെ വൊക്കേഷണലൈസേഷൻ അതുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും കുറിച്ചിട്ടൊക്കെ ഇതിൽ ആണ് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി പറയുന്നത്. അങ്ങനെ ഈ 1986 NEP-നെ റിവൈസ് ചെയ്തിട്ട് 2 കമ്മിറ്റീസും കൂടി വന്നിട്ട് ആദ്യം രാമമൂർത്തി കമ്മിറ്റി വന്നു, പിന്നെ 1986 എഡ്യൂക്കേഷൻ പോളിസിയും അതുപോലെ തന്നെ രാമമൂർത്തി കമ്മിറ്റീനെയും കൂടി വീണ്ടും റിവ്യൂ ചെയ്തിട്ട് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി വന്നു. 2 കമ്മിറ്റിയുടെ റിവ്യൂക്ക് ശേഷം 1986 റിവ്യൂ മോഡിഫൈ ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 2 പാരഗ്രാഫ് ആഡ് ചെയ്തിട്ട് മൊത്തം ടോട്ടൽ എന്ത് ചെയ്തു 31 പാരാസിനെ അവരെന്ത് ചെയ്തു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. 31 പാരഗ്രാഫ് NEP-യിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 1992 ഇവർ വീണ്ടും ഒരു NEP 1992 വരികയാണ്. അത് ഈ 2 കമ്മിറ്റിയും NEP 1986 മാറ്റിയിട്ട് വരുന്ന പുതിയ NEP-യാണ് 1992 എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് NEP 1986 എന്ന് പറയുന്നത്? 68ന്റെ ഫോളോ ഓപ്പൺ ആണ്. അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി 86 വന്നു. 86ഉം അതിനെ റിവ്യൂ ചെയ്തിട്ടാണ് പിന്നെ 1992 വരുന്നത്. ഇതാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.